പ്രിയ കൂട്ടുകാരെ, ഇത് നോക്കിയേ. ഒരു മഴ ശരിക്കും പെയ്താൽ പിറ്റേ ദിവസം രാവിലെ പത്രത്തിൽ റെഡ് അലർട്ട്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇത് മാത്രമേ കാണാൻ, യെല്ലോ അലർട്ട്, റെഡ് അലർട്ട്. ഈ രണ്ട് കാര്യങ്ങൾ മാത്രമേ നടക്കത്തുള്ളൂ. പണ്ട് കാലത്ത് ഇതിലും വലിയ മഴക്കാലം ഉണ്ടായിരുന്നു, അതിതീവ്ര മഴ ഉണ്ടായിരുന്ന കാലം ഉണ്ടായിരുന്നു. അന്നൊന്നും റെഡ് അലർട്ടും ഇല്ല, യെല്ലോ അലർട്ടും ഇല്ല, ഒരലർട്ടും ഇല്ല. അപ്പോൾ ഇതിൻ്റെ കാര്യം എന്താണ്? നമ്മുടെയൊക്കെ മഴക്കാല ശുചീകരണ പദ്ധതി എന്നും പറഞ്ഞ് പഞ്ചായത്തിലൊക്കെ പരിസരങ്ങളെല്ലാം വൃത്തിയാക്കുന്നുണ്ട്. അതൊന്നുമല്ല ആദ്യം ചെയ്യേണ്ടത്. ആദ്യം നമ്മുടെ തോടുകളുടെയും ആറുകളുടെയും ആഴങ്ങൾ വർദ്ധിപ്പിക്കണം. വെള്ളം ഒഴുകിപ്പോകാൻ പറ്റണം. ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ നമ്മുടെ നാട് മുഴുവൻ മുങ്ങുന്നൊരവസ്ഥയിലേക്ക് വരികയാണ്. ഇന്നലെ ഒറ്റ മഴ പെയ്തോടെ തിരുവനന്തപുരം വെള്ളത്തിലായി. അതുപോലെ പാല എല്ലായിടത്തും വെള്ളം കൂടിക്കൊണ്ടിരിക്കുക. ഈ തോടുകളിലൊന്നും ചെറിയ മഴ പെയ്തു കഴിഞ്ഞാൽ ഇതെല്ലാം നികന്ന് കിടക്കുന്നതുകൊണ്ട് വെള്ളം എല്ലാം തള്ളി കരയിലേക്ക് വരികയാണ്. ഇതാണ് ഗതാഗത തടസ്സം ഉണ്ടാക്കുന്ന മറ്റുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഇപ്പോൾ ഇതുവരെ കാലവർഷം ഇവിടെ എത്തിയിട്ടില്ല. കാലവർഷം എത്തുന്നതിന് മുമ്പാണ് യെല്ലോ അലർട്ടും റെഡ് അലർട്ടും തുടങ്ങിയിരിക്കുന്നത്. ഇനിയും കാലവർഷം വന്നാൽ എന്തായിരിക്കും അവസ്ഥ? ഒരാഴ്ച നിന്ന് പെയ്താൽ കേരളം മുഴുവൻ വെള്ളത്തിനടിയിലാവും. ഈ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എംസാൻഡ് ജനങ്ങളിൽ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി മണ്ണുവാരിച്ച് നിർത്തി. എന്നിട്ട് പറയുന്ന പേര് പരിസ്ഥിതി സംരക്ഷണം. ആ പേരും പറഞ്ഞുകൊണ്ട് കണ്ടങ്ങളും കായലുകളും എല്ലാം മണ്ണിട്ട് നികത്തി. എന്നിട്ട് വെള്ളം ഒഴുകി പോകാൻ സ്ഥലമില്ല. എന്നിട്ട് ആരോട് പറയാൻ ഇതൊക്കെ?